ഇത്തവണ നമ്മൾ ഹിഡൻ ആയിട്ടുള്ള ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്കാണ് പോകുന്നത്. വട്ടായി എന്നാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. ശരിക്കും സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ വട്ടായി എന്ന് പറയും തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. ചെപ്പാറയ്ക്കൊക്കെ അടുത്തായിട്ട് വരും. അപ്പോൾ ഞാൻ ഹിഡൻ ആയിട്ട് കണ്ടുപിടിച്ചു. അപ്പം ഞാനൊരു തവണ ഈ നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോയിട്ടുണ്ടല്ലോ. എനിക്ക് കാണാൻ പറ്റില്ല കേട്ടോ. പക്ഷെ അകലെന്ന് കണ്ടായിരുന്നു. പക്ഷെ നമ്മളവിടുത്തെ എന്താ പറയുക, നമ്മുടെ അവസ്ഥ അന്ന് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം കുറേ റീസെൻ്റ്ലി കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ അകലെന്ന് കണ്ടിട്ട് ഇങ്ങ് പോകുന്നു. അപ്പം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വെള്ളച്ചാട്ടം നേരിട്ട് അടുത്തുനിന്ന് കാണണമെന്ന്. കുളിക്കാനൊന്നും ഇറങ്ങണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല, പക്ഷെ ഒന്ന് നേരിട്ട് അടുത്ത് കാണണം എന്നുള്ളത്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ പറ്റിയൊരു സ്പോട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഇതുപോലൊരു സ്ഥലം ഞാൻ കണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് അതായത് അവിടെ എത്താറായി. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡും സൈഡ് വൈസ് ആയിട്ടുള്ള സൈഡാണ് പോയി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ടായി. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ചു പോയത് കേട്ടോ. അപ്പോൾ അത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത് വലിയ ഹിഡൻ സ്പോട്ടാണെങ്കിൽ പോലും ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ട് കേട്ടോ. അതാണ് വേറൊരു കാര്യം. അപ്പോൾ നമ്മൾ എത്തി അങ്ങ് വണ്ടി ഒതുക്കിയിട്ട് നമ്മൾ സൈഡാക്കിയിട്ട് നടന്നാണ് പോയത്. പിന്നെ ഇവരൊക്കെ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോയത്. ഞാൻ വലിയ കുളിക്കുന്നില്ല, എനിക്ക് കുറച്ച് വീഡിയോ എടുക്കണം, അത് അടുത്തുനിന്ന് കുറച്ച് നേരം ആസ്വദിക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്നപ്പോൾ നമ്മൾ ആളൊന്നും കണ്ടില്ലായിരുന്നു കേട്ടോ. കുറേ കഴിഞ്ഞ് വെള്ളച്ചാട്ടം എത്താറായപ്പോൾ ഒരുപാട് ആൾക്കാർ, ഞാൻ പറഞ്ഞു ഇതാണോ ഹിഡൻ സ്പോട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞാൽ എല്ലാവരും അറിഞ്ഞു തുടങ്ങി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞു. അപ്പം അവിടെ ചെന്ന് കുറച്ച് നേരം വെള്ളച്ചാട്ടം കണ്ടു. പിന്നെ അവിടുന്ന് മുകളിലോട്ട് പോകുന്നൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ മുകളിൽ പോയി മുകളിൽ നിന്ന് കുറച്ച് നേരം വെള്ളച്ചാട്ടം കണ്ടു. അത് കഴിഞ്ഞ് താഴെ ഇറങ്ങി വന്നിട്ട് കുളിക്കാനിറങ്ങി. നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഏട്ടനൊക്കെ കുളിക്കാനിറങ്ങി. അങ്ങനെ ഒത്തിരി പേര് ഇവിടെ വന്നവരൊക്കെ എല്ലാവരും കുളിക്കാൻ ഇറങ്ങുന്നുണ്ട്. അതായത് കുട്ടികൾക്കൊക്കെ അതായത് സേഫായിട്ട് നമുക്ക് അതായത് വേറൊരു അപകടങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാതെ നിന്ന് കുളിക്കണം, കുറച്ച് ആസ്വദിക്കണം എന്നുള്ളവർ എന്തായാലും ഇങ്ങോട്ടേക്ക് പോരും കേട്ടോ. കാരണം ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരാൾക്ക് നിൽക്കാം, കുട്ടികൾക്ക് നിൽക്കാം, അങ്ങനെയുള്ള ഒരു പറ്റിയൊരു സ്ഥലമാണ്. എങ്ങും എന്താ പറയുക, നമ്മൾ ഒഴുകി പോവേ അല്ലെങ്കിൽ വേറൊരു അപകടം ഉണ്ടാവുക അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഇവിടെ ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് അവിടെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം, കുളിക്കാം, അങ്ങനത്തെ വേറെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഞാൻ ചെന്നപ്പോൾ ചെറിയ കുഞ്ഞു പിള്ളേരുണ്ടായിരുന്നു. അവരുടെ അമ്മമാർ അവരെ എടുത്തുകൊണ്ട് പോയിട്ട് കുളിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മുകളിൽ കയറിയ ഇതാണ് കേട്ടോ കാണിക്കുന്നത്. ഫുള്ള് കാടാണ്. നല്ല രസമാണ് കാണാനായിട്ട്. കാരണം നമുക്ക് കാടാണെങ്കിലും പോകാൻ ഒരു ധൈര്യം ഉണ്ടാവും. ചില കാടുകൾക്ക് പോകുമ്പോൾ നമുക്ക് പേടിയുണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നല്ല എന്താ പറയുക, കാടാണെങ്കിൽ കൂടി നമുക്കെല്ലാം നടന്നു പോകാനുള്ള വഴികളും കാര്യങ്ങളും ആസ്വദിക്കാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മുകളിൽ നിന്നൊരു വ്യൂ ഉണ്ട്. ആകാശവും ആ ഒരു വെള്ളച്ചാട്ടവും ഒരു ഇതൊക്കെ കൂടിയിട്ട് ഇങ്ങനെ നിൽക്കണം. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ നന്നായിട്ട് എന്താ പറയുക, എനിക്കിങ്ങനെ കണ്ടിങ്ങനെ കൺകുളിർക്കെ കാണാമെന്ന് പറയില്ലേ, ആ ഒരു സംഭവം കിട്ടിയാൽ മതി. വേറെ ഭയങ്കരമായിട്ട് ഓടി നടന്ന് കുളിക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടുക അതിനൊന്നും വലിയ താല്പര്യമില്ല. ഇങ്ങനെ കുറച്ച് കാണുക, സ്ഥലങ്ങൾ കണ്ടിരിക്കുക, അപ്പം ആ സമയത്ത് ആസ്വദിക്കുക, അതൊക്കെ ഉള്ളൂ കേട്ടോ. നോക്കുമ്പോൾ ഇവിടെ എല്ലാവരും കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവർക്കൊക്കെ എന്താ പറയുക, പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സംഭവം ഇവിടെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ അന്ന് വെള്ളച്ചാട്ടം കാണാത്തതിൻ്റെ സങ്കടമൊക്കെ ഞാൻ ഇവിടെ വന്ന് നിന്ന് കുറേ നേരം നിന്ന് തന്നെ കാണായിരുന്നു. ലാസ്റ്റ് ഇവർ പറഞ്ഞ് മതി, ഇത്രയും കണ്ടാൽ മതി. പിന്നെ പോണ വഴിക്കൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. നമ്മൾ പോകുമ്പോഴൊക്കെ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് ഈ വെള്ളച്ചാട്ടൻ്റെ അടിയിൽ നിന്ന് കുളിക്കുകയും. അപ്പോൾ പറഞ്ഞ പോലെ ഈ സ്ഥലം മറക്കണ്ട, തൃശ്ശൂർ വട്ടായി. അപ്പം ചെപ്പാറ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ചോദിച്ച് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആരുടെയെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് വഴി എന്തായാലും കിട്ടുന്നതായിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്